ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ നമ്മുടെ ലൈൻ ഡ്രോ ചെയ്ത് എനിക്ക് രണ്ട് സൈഡിലോട്ട് ഒരു കൺവിക്ഷൻ ഉണ്ട്. നമുക്ക് ഡൗൺ സൈഡ് എൻട്രി എടുക്കാമെന്നാണ് ട്രേഡേഴ്സ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ഓക്കെ, നമ്മുടെ ട്രേഡിൽ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട് ട്രേഡേഴ്സ്. നമ്മുടെ താഴത്തോട്ട് ബ്രേക്ക് ചെയ്ത് എൻ്റെ ഒരു രണ്ട് സൈഡിലോട്ടും എനിക്കൊരു കൺവിക്ഷൻ തോന്നുന്നുണ്ട്. ഇന്നും കൂടെ ലോസ് ആയാൽ 2 ദിവസം കണ്ടിന്യൂസ് ലോസാണ്. അപ്പം നമുക്ക് ഗ്രീനിൽ ക്ലോസ് ചെയ്യണം. പക്ഷേ രാവിലെ തൊട്ട് ഞാൻ മാർക്കറ്റിനെ നോക്കുമ്പോൾ ഏത് സൈഡിലോട്ടാണെന്നുള്ളൊരു രണ്ട് സൈഡിലേക്കും മൊമെൻറ്റം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ട്രേഡ് എടുത്ത സ്ഥിതിക്ക് നമ്മുടെ ഞാൻ സ്റ്റോപ്പ് ലോസാണ് ആദ്യം നോക്കിയത്. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാത്തൊരു ഏരിയയിലാണ്. ടാർഗറ്റ് വന്നിട്ടും നമ്മുടെ ഡേ ലോയ്ക്ക് തൊട്ട് മുന്നേ നമ്മളുടെ ടാർഗറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ ഡൗൺ സൈഡ് ട്രേഡ് എടുത്തത് ട്രേഡേഴ്സ്. കാരണം ഇവിടുന്നൊരു മൊമെൻറ്റം കിട്ടിയാൽ ഇപ്പോൾ ചെറിയൊരു 2000 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു ട്രേഡാണ്. ഓക്കെ, നോ ഇഷ്യൂ. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും റെഡിയാണ്. തോന്നുന്നത് മാർക്കറ്റ് താഴത്തോട്ട് വരാനാണ് ചാൻസ് എന്നാണ്. കാരണം അല്ലെങ്കിൽ പിന്നെ ഇന്നലത്തെ സെയിം മാർക്കറ്റ് ആയിരിക്കും. ഇന്നലത്തെ ഒരു സെയിം കണ്ടീഷനാണ് ഇപ്പോൾ ഫോം ആയത്. ഇന്നലെ നമ്മളും പുട്ട് സൈഡ് എടുത്തപ്പോഴാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇന്നലെ ഹിറ്റ് ആയത്. അത് മാത്രമേ എനിക്കൊരു ഡൗട്ടുള്ളൂ. സെയിം സ്ട്രക്ചറെല്ലാം മാർക്കറ്റിൻ്റെ ഇന്നലത്തെ പോലെ തന്നെയാണ്. നമ്മൾ മൈനസിലെത്തിയിട്ടുണ്ട് ട്രേഡേഴ്സ്. ഓക്കെ, നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തേക്കാം. നമുക്ക് 49,200ൻ്റെ പുട്ട് ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്തത്. നമുക്ക് 223 കിട്ടിയത്. അപ്പോൾ 38 പോയിൻറ്റ്സ്, 186ഉം ട്രിഗർ 187ഉം. ഓക്കെ, പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൈനിനെ മാർക്കറ്റ് മേലിലോട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ട്രേഡ് എടുത്തു പോയി. സോ വിൽ വെയിറ്റ് ടിൽ ദ സ്റ്റോപ്പ് ലോസ് ഹിറ്റ്. ഓക്കെ, അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നത്. ഇവിടുന്ന് ഇനി ഒരു റിജക്ഷൻ വന്നാൽ മാത്രമേ കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് കണ്ടിന്യൂസ് ഡേ ഓഫ് ലോസ് ആയിരിക്കും. ഇപ്പം ഇന്ന് ലോസ് ആവുകയാണെങ്കിൽ ഞാൻ നാളെ കുറച്ച് ക്വാണ്ടിറ്റി കുറയ്ക്കും ട്രേഡേഴ്സ്. കാരണം ഞാൻ ക്വാണ്ടിറ്റി കൂട്ടാത്തത് വിചാരിച്ച് അന്ന് തൊട്ട് ലോസായി തുടങ്ങിയതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ക്വാണ്ടിറ്റി കൂട്ടിയതിൻ്റെ പേരിൽ ഒരു ലോസ് വേണ്ട. ഓക്കെ, 227 നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രേഡേഴ്സ്. മൊമെൻറ്റം കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇവിടുന്ന് റിജക്ഷൻ വന്ന് ഇതൊരു റിജക്ഷൻ ക്യാൻഡിലാവും എന്നാണ് ഞാൻ സ്റ്റിൽ ഐ ബിലീവ്. ബട്ട് നമ്മുടെ ലൈനിന് മാർക്കറ്റ് മേളിലോട്ട് ബ്രേക്ക് ചെയ്താണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ വാട്ട് ടു ഡു? ഇനിയിപ്പോൾ നമ്മളൊന്നും ചെയ്യാനില്ല. ഇനി ചെയ്യേണ്ടത് മാർക്കറ്റാണ്. ഒരു കൺവിക്ഷൻ ഇല്ലായിരുന്നു. അല്ലെങ്കിൽ കുറച്ച് 180 ക്വാണ്ടിറ്റിയാണ് ഞാൻ ട്രേഡ് എടുത്തത്. അപ്പോൾ അത്രയും കൺവിക്ഷൻ ഇല്ലാത്ത സമയത്ത് നമ്മൾ അത്രയും ക്വാണ്ടിറ്റി എടുക്കേണ്ട കാര്യമില്ലായിരുന്നല്ലേ. വല്ല 105 വല്ല എടുത്താൽ മതിയായിരുന്നു. പോട്ടെ, പറഞ്ഞു തീർന്നില്ല. അതിന് മുന്നേ ക്യാൻഡിൽ റിജക്ഷനായി. പക്ഷേ ഇതാ ഓക്കെ, നമ്മുടെ കോസ്റ്റിലാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ എത്ര രൂപയുടെ ലോസാണ് ഇപ്പോൾ റൺ ചെയ്യുന്നതെന്ന് നോക്കി. 3000+ ലോസായിരുന്നു റൺ ചെയ്തത് മാർക്കറ്റ്. പക്ഷേ നമ്മുടെ എൻട്രി പോയിൻറ്റിൻ്റെ കറക്റ്റ് അവിടെയായിരുന്നു. ഇതിപ്പം മേളിലോട്ട് ചെറിയൊരു മൊമെൻറ്റം നടത്തിയാൽ പോലും നമ്മൾ ഈ ട്രേഡിൽ നിന്ന് ഔട്ടായി പോകണ്ട. അത്രയും കണ്ട എക്സാക്ട്ലി മാർക്കറ്റ് നമ്മളുടെ എൻട്രി പോയിൻറ്റിട്ട് അവിടെയാണ് നിൽക്കുന്നത്. ഏതായാലും വെയിറ്റ് ചെയ്യാം. റിജക്ഷനാണ് വരുന്നത്. പക്ഷേ റിജക്ഷൻ വന്നുകൊണ്ടും ഒരു കാര്യമില്ല. ഇതിപ്പം എനിക്ക് തോന്നുന്നു ഒരു 90% ചാൻസ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനാണ് ട്രേഡേഴ്സ്. കാരണം ഇപ്പോൾ കണ്ട ജസ്റ്റ് നമ്മുടെ കോസ്റ്റിന് അടുത്ത്, അല്ലെങ്കിൽ കോസ്റ്റിൽ തന്നെയെന്ന് പറയാം. ഇപ്പോൾ കോസ്റ്റിൽ തന്നെയെന്ന് പറയാം. പക്ഷേ നമ്മളുടെ പൊസിഷൻ നോക്കി പൊസിഷൻ ഞാൻ കാണിച്ചു തരുന്നത്. പൊസിഷൻ നോക്കിയാൽ കണ്ട 2000 റുപ്പീസിൻ്റെ അടുത്ത് ലോസാണ്. അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് മേളിലേക്ക് ചെറിയൊരു അപ്സൈഡ് മൊമെൻറ്റം
ജസ്റ്റ് ഒരു സ്പൈക്ക് വന്നാൽ കൂടെ നമ്മൾ ഈ ട്രേഡിൽ നിന്ന് ഔട്ടായി പോകും. അപ്പം സ്റ്റോപ്പ് ലോസ് ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ക്വാണ്ടിറ്റിയും കൂട്ടാനും കുറയ്ക്കാനോ ഒന്നും പോകുന്നില്ല. കാരണം നമുക്ക് എഗനിസ്റ്റാണ് മാർക്കറ്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കുക, ഇറങ്ങുക. കണ്ടോ, വീണ്ടും നമ്മുടെ ലൈനിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. ഇന്നലെയും ഉച്ച കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മുടെ ലൈനിനെ ബ്രേക്ക് ചെയ്തു. മാർക്കറ്റ് അവിടുന്ന് കണ്ടിന്യൂസ് ഒരു ഫോള് വന്നു, ഒരു 100 പോയിൻറ്റ്സോളം ഫോള് വന്നെന്ന് എനിക്ക് തോന്നുന്നത്. അവിടുന്ന് തന്നെ പിന്നെയും മാർക്കറ്റ് തിരിച്ചു വന്ന് നെക്സ്റ്റ് ക്യാൻഡിലിൽ തന്നെ ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തു. അത് പിന്നെ 100 പോയിൻറ്റ്സ്. അപ്പോൾ അങ്ങനെയൊക്കെ അവിടെ ട്രേഡ് കിട്ടാനും പടം, കാരണം അത്രയും നല്ലൊരു ഫോളല്ലായിരുന്നു. അതാ നമുക്ക് ട്രേഡേഴ്സ് ജസ്റ്റ് ചെറിയൊരു 186 187 ആണ്, 198 റൺ ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. ജസ്റ്റ് ഒരു ചെറിയൊരു മൊമെൻറ്റം വന്നാൽ പോലും കണ്ട, ആക്ച്വലി നമ്മളുടെ കോസ്റ്റിൽ തന്നെയാണ്. അപ്പോൾ ഇത്രയും ഓക്കെ, നോ ഇഷ്യൂ. അതൊക്കെ ഇതിൻ്റെ അകത്തുള്ളതാണ്. സോ എല്ലാ ദിവസവും ഒന്നും പ്രോഫിറ്റ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ അകത്ത് നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് കൊടുക്കുക. ഞാൻ പറയുന്നത്, ഞാൻ എപ്പോഴും പറയും, ടാർഗറ്റ് അല്ല നമ്മളുടെ ഫ്രണ്ട്. ഈ പൈസ ഓക്കെ, എല്ലാവരും പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ആയിരിക്കണം. കാരണം സ്റ്റോപ്പ് ലോസ് ആണ് നമ്മളെ രക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് എന്ന രീതിയിൽ ടാർഗറ്റ് അല്ല ഫ്രണ്ട്, സ്റ്റോപ്പ് ലോസ് ആയിരിക്കണം നമ്മുടെ ഫ്രണ്ട്. സ്റ്റോപ്പ് ലോസ് കൊടുക്കുക, പൊക്കോളാൻ പറഞ്ഞാൽ ഇറങ്ങാൻ വിട്ടോളുക, മാർക്കറ്റിൽ നിന്ന് ഓട്ടിക്കോളുക. ഇല്ലെങ്കിൽ ഇറ്റ് വിൽ വാഷ് ഔട്ട് അവർ ക്യാപിറ്റൽ. സോ ജസ്റ്റ് ചെറിയൊരു അപ്സൈഡ് മൊമെൻറ്റമേ കിട്ടിയുള്ളൂ. നമ്മളുടെ നല്ല ലോസാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സീനില്ല. നമ്മളേതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് വലിയ മൊമെൻറ്റോ ചെറിയ മൊമെൻറ്റോ ഏത് ടൈപ്പ് ഓഫ് മൊമെൻറ്റം വന്നാലും നമ്മൾ ഇമ്മീഡിയറ്റ്ലി ട്രേഡിൽ നിന്ന് ഇറങ്ങും. ഇനിയിപ്പോൾ ഈ ക്യാൻഡിൽ വല്ലതും റിജക്ഷൻ ക്യാൻഡിൽ ആയാൽ തന്നെ നമ്മളുടെ 100 പോയിൻറ്റ്സ് ടാർഗറ്റിൻ്റെ കഴിഞ്ഞ് മാത്രമേ, അല്ലെങ്കിൽ ഒരു വലിയൊരു ഈ ഒരൊറ്റ സിംഗിൾ ക്യാൻഡിൽ വല്ലതും താഴത്തേക്ക് അത്രയും ഡൗൺ മൊമെൻറ്റം ചെയ്യണം നമുക്കിതിൽ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ. എനിക്ക് തോന്നുന്നില്ല ഇതൊരു 90% നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനാണ് ചാൻസ്. വേറെ ഒന്നുമല്ല, ഇത്രയും മൊമെൻറ്റം ഉണ്ടായി, അല്ലെങ്കിൽ ഇത്രയും പ്രീമിയത്തിൽ ഇത്രയും സ്പൈക്ക് വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് ഡേ ലോയെ വല്ലതും ബ്രേക്ക് ചെയ്താലേ നമ്മളൊന്ന് ഗ്രീനിലും മേളിൽ കാണിച്ചു തുടങ്ങുള്ളൂ. അത് ഇത്രയും ഓക്കെ. വീണ്ടും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയായിട്ട് ഫോം ചെയ്ത് മേളിൽ ക്ലോസ് ചെയ്യാൻ ഇപ്പോൾ എത്ര മിനിറ്റ് ഉണ്ട്? ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ ഇനിയൊരു ഒരു മിനിറ്റും കൂടെ ഉള്ളൂ. ട്രേഡേഴ്സ്, ക്യാൻഡിലിൻ്റെ ക്ലോസ് ഇതുവരെ കിട്ടിയിട്ടില്ല. പറഞ്ഞേ ഉള്ളൂ ക്ലോസ് കിട്ടിയില്ല എന്നപ്പോൾ തന്നെ ലൈനിൻ്റെ മേളിലേക്ക് സ്പൈക്ക് എടുത്ത് ഇനി അവിടെ ക്ലോസ് ചെയ്തേക്കാമെന്ന്. ഓക്കെ, ഒരു 14 സെക്കൻഡും കൂടെ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം നമ്മളുടെ സ്റ്റോപ്പ് ലോസിൻ്റെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവാറായിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട് ട്രേഡേഴ്സ്. ഇതായിരുന്നു ഇന്നത്തെ ട്രേഡ്. ഇന്നും നമ്മളൊന്ന് ലോസ് ബുക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. താങ്ക് യു, ബൈ.